ആമേൻ. നിനക്കൊരു പ്രതിഫലമുണ്ട്, നിനക്കൊരു പ്രതിഫലമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് ജീവിക്കുന്ന ഒരു യേശു നമ്മുടെ മധ്യത്തിൽ ആമേൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം അത്ഭുതകരമായ അതിശയകരമായ ദൈവം നടത്തി ദൈവം കൊടുത്തിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഉയർച്ചകൾക്കും മാന്യതകൾക്കും എല്ലാറ്റിനുമായിട്ട് നന്ദി. താവേ ആമെ കൊടുത്തിരിക്കുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. ആമേ അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവിക വാഗ്ദത്തങ്ങൾ അവർ പ്രാപിക്കണമേ. യേശു കർത്താവേ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് തന്റെ മക്കളെ ദൈവം ഉയർത്തി മാനിക്കണമേ. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം തന്റെ മക്കളെ കരങ്ങളിലേക്ക് ആമെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാനുള്ള ആമെ ദൈവത്തിന്റെ കൃപയും അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹല്ലേലൂയ. കൊടുത്തിരിക്കുന്ന സഭയ്ക്കായിട്ട് സ്തോത്രം. ആമേ സഭയാ കുടുംബങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേ തനിക്കുന്ന ദൈവം ആമെ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിപ്പാൻ ആമേ ഈ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനുള്ള ദൈവത്തിന്റെ ആമേ ശക്തിയും കൃപയും നൽകണമേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേ ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. ദൈവത്തിന്റെ ബലം കൊടുക്കണമേ. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും തന്റെ മക്കളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും, സഹായിക്കും, നിറഞ്ഞ് കവിയുന്നൊരു അനുഭൂതിയായി കൊണ്ടുവരും. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുന്ന് ഒരു തീ ഖത്തറുമായി കണക്ട് ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റുമായിട്ട് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു അഭിഷേകം നദി പോലെ നിന്റെ തലമുറകളിലേക്ക് ഒഴുകാൻ പോകുകയാണ്.
പറയുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. എന്നെ വിളിച്ചാൽ ഞാൻ കർത്താവിനോട് കൂടെയാണ്. ഞാൻ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീടിൻ്റെ പണികൾ തീർന്നാൽ എത്രയും വേഗം, ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകേണ്ടി വരും. അതുപോലെ നാം എല്ലാവരും ഇതുപോലെ പോകേണ്ടി വരും എന്നുള്ളൊരു ആ ഒരു അനുഭവത്തോടു കൂടി വേണം നാം ഇവിടെ ജീവിക്കാൻ. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒരു ദൈവദാസൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വലിയൊരു ആഗ്രഹം തോന്നി, ഈ ദൈവദാസൻ്റെ അടുത്ത് പോയി കേൾക്കണം. അദ്ദേഹത്തോട് സമയം ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കൂടുതൽ സമയം നിന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം അങ്ങനെ കേൾക്കണം എന്നൊരു ആഗ്രഹം വന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഈ ഒരു ആഗ്രഹം നിനക്ക് എൻ്റെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, നിൻ്റെ ഈ ആഗ്രഹം എൻ്റെ അടുത്തിരിക്കാനുള്ള ആഗ്രഹമായിട്ട് നിനക്ക് മാറുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശുവിന് വേണ്ടി ജീവിക്കുക. യേശുവിന് വേണ്ടി ആമേ നമ്മളെ തന്നെ സമർപ്പിക്കുക.